എനിക്കറിയില്ല അതിനൊക്കെ പേര് പറയണു. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഞാൻ പിന്നിട്ട വഴികൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. അതിൻ്റെ പേര് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. ഇപ്പം അത് മാറി ഗോൾഡ് ഈസ് ഗോൾഡ് പോലെ. ഇപ്പോൾ പലപ്പോഴും കൂടുമ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാനവിടുത്തെ ആദ്യം അതിനകത്ത് മാത്രമാണ്. അതിനകത്ത് ഈ രാജഗോപാൽ രാജാമണിയുടെ പാട്ടുകൾ രാജഗോപാലിന്റെ വർത്താനം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൃത്യതയോടുകൂടി അറിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞാണെങ്കിൽ മാറ്റി കൊല്ലത്ത് അമ്പലപ്പറമ്പിൽ പോയി ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്. അതൊരു കാലമായിരുന്നു. പക്ഷെ കുറച്ചാണ് നിന്നുള്ളത്. അതിനുശേഷം ഞാൻ ബാങ്കിൽ കയറുമ്പോൾ അതിന് മുമ്പായിട്ടൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതേതായാലും പറഞ്ഞു. ഇതൊക്കെ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ല. ഈ 80 കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്നും പറഞ്ഞ് എനിക്കത് പലരും ഓർക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ പുതിയ നടന്മാരെ ചോദിച്ചുകൊണ്ട് ആദ്യമായിട്ട് വന്നതാണ്. അന്ന് എൻ്റെ കൂട്ടുകാർ വൈക്കത്തുള്ളവരെല്ലാം നിർബന്ധിച്ച് ഞാനും വെച്ചു. ഭാഗ്യം കൊണ്ട് 100 പേരിൽ ഒരാളായിട്ട് ഞാൻ വന്നു. പിന്നെ കടക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ ശബ്ദം ടെസ്റ്റ് ഒക്കെ ചെയ്തു വന്നപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റി. ഞാനിപ്പോൾ ഓർക്കണം, ആ ശങ്കറിനേക്കാളും ഭേദം ഇത്രയും മിടുക്കനായ ഞാനല്ലേ. അത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കൂട്ടുകാരോടും പറയാണ്, എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് അത് ചെയ്യാമായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ആദരവ് തരുന്നു. മോഹൻലാലിന് അവിടെ ആ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലുള്ള മോഹൻലാലിന് അവിടെയും കിട്ടുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആകട്ടെ. എനിക്ക് അതിലും നന്നായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. കാരണം എന്നെ സ്നേഹിക്കുന്ന, എന്നെ അടുത്തറിയാവുന്നവരുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര. അങ്ങനെ മോഹൻലാൽ എവിടെ പോയി, ഞാൻ ഇവിടെ അടുത്ത അതിനുശേഷമാണ് ഞാൻ ആലപ്പുഴയിലേക്ക് ജോയിൻ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കടപ്പാട് ആരോടാണെന്ന് ചോദിച്ചാൽ മരിച്ചുപോയ സിദ്ധാർത്ഥൻ സാറിനോട്. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കമ്മിറ്റി മെമ്പറാക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുത്തെ ആലപ്പുഴയിലെ അന്നത്തെ അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയായി. എറണാകുളത്ത് വന്നപ്പോൾ ഭയങ്കര ബിസിയല്ലേ. സംഘടനാ രംഗത്ത് ഒത്തിരി സ്ഥാനമാനങ്ങൾ തന്നു, AGS ആക്കി. പക്ഷെ അവരുടെ ഇതിനൊന്നും ഉയരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വീട് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായി. ഞാനൊരു സിംഗിൾ എഞ്ചിനായിരുന്നു. അതിനിടയ്ക്ക് 2001 ഇവിടെ സർക്കിൾ ഫോം ചെയ്തപ്പോൾ നിർബന്ധമായിട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെന്നൈയിൽ. എൻ്റെ പാവം മേടിച്ച് എന്ത് ചെയ്തേനെ, ഞാനിവിടെ തന്നെ നിന്നു. പക്ഷെ നമ്മളിലൊരാളായി ഈ എറണാകുളത്ത് തന്നെ അങ്ങനെ കഴിഞ്ഞു. അന്ന് ആ അഖിലേന്ത്യാ തലത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം എന്നാ അറിയും, എല്ലാ സ്ഥലത്തും ജില്ലയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുമ്പോൾ എറണാകുളത്ത് 9 സ്ഥലത്താണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. അത് ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരാണ്. ഭംഗിയായിട്ട് എറണാകുളം ചിട്ടയോടുകൂടി ഏരിയ കമ്മിറ്റികൾ ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് സ്പോർട്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. ആകെ ദൈവം കഴിവ് തരാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, എൻ്റെ KP ജോർജ് പാട്ട് പാടാൻ മാത്രമേ എനിക്ക് ദൈവം കഴിവുള്ളൂ എപ്പോഴും. പക്ഷെ ജീവിതത്തിൽ പുള്ളി പാട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഒരിക്കലും ഗ്രൗണ്ട് ഫ്ലോറിലല്ല, വൈഫുണ്ട്. അത് കാരണം പുള്ളി ഇപ്പം കയറി വരുന്നേ ഉള്ളൂ. പുള്ളി ഇതൊന്നും കേൾക്കാതെ എൻ്റെ ഭാഗ്യം വിചാരിച്ചു. ഇന്നലെ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി. ഇത് കഴിഞ്ഞ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വിളിച്ചിരുന്നു. ടൈം മാനേജ്മെന്റ് നിങ്ങൾ നടത്തിയ ഇത്രയും സുന്ദരമായ ഒരു പ്രോഗ്രാം അത് കേൾക്കുമ്പോൾ എനിക്ക് ഇതുപോലെ കേട്ടാ എനിക്ക് ഇച്ചിരി തർക്കം വെച്ച് തുടങ്ങി കേട്ടാൽ അത് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കമൻ്റൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇന്നലെ ഏറ്റവും ഭംഗിയായിട്ട് അത് നടത്താൻ സാധിക്കും. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷിക്കാനോ വകയുണ്ട്. ഇന്നലെ നടന്ന മീറ്റിംഗ് ജനറൽ സെക്രട്ടറി സർക്കുലർ ആക്കിയിട്ട് ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഇന്നലത്തെ വിജയത്തിൻ്റെ അത് പങ്കുവച്ചിട്ടുണ്ട്. ഈ വിജയം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ സ്വന്തം വിജയമല്ല, കേരളത്തിന്റെ വിജയം. ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം നടന്ന് വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഇടപെടൽ നടത്തിയിട്ടാണ് ഞാൻ എൻ്റെ വഴിക്ക് തിരിഞ്ഞത്. അതുപോലെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ വലിയൊരു വിജയം. അത് എനിക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. കൂടുതലൊന്നും പോകുന്നില്ല. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഷായ്, ബീന, ചാക്കോ, ഇവരുടെ എല്ലാം പേരിൽ ഞാൻ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയൊരു 3 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പൊസിഷൻ ഒഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ വിളിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇത് എനിക്ക് കേൾക്കാൻ എൻ്റെ രസമാണ്. അന്ന് പ്രസിഡന്റ് കൂടിപ്പോയില്ല, അതുകൊണ്ട് ഇത്രയും നാളും പോയി. ഇനി അടുത്ത 3 വർഷം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കണമെന്നും ഈ പെൻഷനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പാഷൻ ഏതാന്ന് ചോദിച്ചാൽ ഫാമിലി പെൻഷനേഴ്സാണ്. ആര് എവിടെ മരിച്ചാലും അവരുടെ ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടോ ആ കൊടുത്തത് കറക്റ്റാണെന്നുള്ളതാണ്. അപ്പം സ്നേഹത്തോടെ ഇവിടെ വന്ന ഓരോരുത്തരോടും മനസ്സിന്റെ ഭാഷയിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ പേരുകൾ ഹൃദയത്തിന്റെ ഏതെങ്കിലും കൂണിൽ തങ്കലിപികളിൽ ഞാൻ എഴുതും. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളേവരും എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ നന്ദിയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. പ്രാണസഹി എങ്കിലുമെന്നോമലാൾക്ക് താമസിക്കാൻ ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാ പ്രേമ സ്വർഗങ്ങൾ തീർക്കുന്ന ശില്പിയാണീ മോഹനവയൗവനം. നീലമല നീലിമ കൊണ്ടെത്ത നിർമ്മല മന്ത്രങ്ങൾ നീ എഴുതി. My deepest sense of gratitude to all those who have made it to this gathering. Thank you, Radhakrishnan sir. Thank you, Philip Koshi sir. And those who have come from far. My special thanks to our videographer, Sri John. Once again, my sincere thanks to each and every one of you. Panikan sir, you are blessed to have so many sincere friends and well-wishers. Thank you. I thank all the ladies. I don't. അമ്പലമുറ്റത്തെ ആൽത്തറവി
ഓർമ്മകളെ നിന്നെയോർത്തു പിടയുന്നു ഞാൻ, ഓളങ്ങളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓളങ്ങളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. മണിച്ചിറ കടിച്ചവനോടൊപ്പം നഗരയെങ്ങാനും പറന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരം കുരുവി. മഞ്ഞടിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നൊരു ഞാനിടുന്നൊരു സുമംഗലി കുരുവി.